അടിച്ചത് കണ്ടില്ലേ സിക്സർ? കണ്ടോ, ടെർമൈറ്റിനോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് കണ്ടില്ലേ? ഇത് കണ്ടോ, ടെമ്പോ അണ്ണന്റെ പുതിയ കണ്ടുപിടുത്തം. വളരെ വ്യത്യസ്തമായ കാർ, TV രംഗ കാർ. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫെന്റാബുലസ്. കാര്യമായിട്ട് പറയാണ് ടെമ്പോ അണ്ണ, നിങ്ങളുടെ കാർ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ വളരെ സാധാരണ കാര്യമാണ് മോനെ. ഇപ്പൊ ഇതിന്റെ സൈലൻസറിന്റെ ശബ്ദം ഒന്ന് കേൾക്ക്. നല്ല അടിപൊളി ശബ്ദം. കാറിന്റെ എൻജിൻ ശബ്ദം കേട്ടതും എന്റെ വയറ്റിന്റെ അകത്തും പുടുപുടൂന്ന് ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ടെമ്പോ അണ്ണാ, വിചാരിച്ച ഞാനും ഇതുപോലെ ഒരു കാർ ഉണ്ടാക്കാൻ പറ്റും, അറിയാമോ? ആണോ? ഏത് തരം കാറാണ് മേയർ അങ്കിൾ? The car. അയ്യോ, ഈ ടെർമൈറ്റ്സ് എവിടുന്നാ വന്നിരിക്കുന്നത്? വേണ്ട ടെമ്പോ അണ്ണ, നിങ്ങൾ ആരെയും അങ്ങനെ അടിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത്. ഓഹോ, അയ്യോ, ഇത് ഭയങ്കര പ്രശ്നം പിടിച്ച ടെർമൈറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. എന്റെ സ്പാനർ തിന്നു മുടിച്ചു. ഇതിന്റെ വിഷമം കാണുമ്പോ എനിക്ക് വീണ്ടും വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഇതേതാണ്ട് വ്യത്യസ്തമായ ടെർമൈറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഇത് മെറ്റൽ മാത്രമാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മെറ്റൽ ടെർമൈറ്റ് ആണ്, അതും റോബോട്ടിക് ടെർമൈറ്റ് ആണ്. ഈ ഒരു ടെർമൈറ്റ് കാരണം ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരുപാടെണ്ണം വന്നാൽ പിന്നെ എന്താവും നമ്മുടെ കാര്യം? ഇനി എന്താ ചെയ്യാ? അയ്യോ അയ്യോ, എന്റെ കാറ് തിന്ന് തീർത്തല്ലോ. ആരെങ്കിലും ഇതിനൊന്ന് തടഞ്ഞു നിർത്തൂ. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ സൺസിറ്റിക്ക് എന്തോ അപകടമുണ്ട്. ഇങ്ങനെ പോയാൽ ഈ സിറ്റി മുഴുവൻ ഇവൻ നാശമാക്കുന്ന തോന്നുന്നു. ഇവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കീക്കോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ മെറ്റൽ ടെർമൈറ്റ് നമ്മുടെ സിറ്റിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ തടഞ്ഞു നിർത്തണം. വിഷമിക്കണ്ട കീക്കോ, ഞാൻ ആ ടെർമൈറ്റിനെ ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കാം. ആ ടെർമൈറ്റ്സിന്റെ കഥ കഴിക്കാനായി ഫോർമുല നമ്പർ 67 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 67 ആക്ടിവേറ്റിംഗ്. Kiko, let's go. We are here to stop the mess, yo. They are eating all the metal. We need to get all this settled. These are not normal termites. They have really fatal lights. I'm no less, you know that, Kiko. I'll show you what they call me Speedo. Yeah. Let's go, Kiko, flip the script. Yeah. Let's crush the termites. Let's be quick.
ഇതാരാണ്? അത് മെറ്റൽ ടെർമൈറ്റ്സിന്റെ സ്ഥലമാണ്. ടോണി ബോസിന് ബെറ്റർ സ്ഥലം വിടുന്നതാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ടോണി ബോസ്, ഞങ്ങള് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ടെർമൈറ്റ്സ് സൺസിറ്റിയെ താവളമാക്കാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. അതെ, ശരിയാ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും. സൺസിറ്റിയുടെ റിയൽ ഹീറോ നിങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാം, കിക്കോ അല്ല. നീ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ടെർമൈറ്റിന്റെ ബോസ് ആണ് ഞാൻ. മെറ്റലെല്ലാം എനിക്ക് സ്വന്തം. സൺസിറ്റ് വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ഞാൻ തരികയാണ്. എത്രയും പെട്ടെന്ന് ഈ സൺസിറ്റ് വിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ലാതെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സർവനാശം സംഭവിക്കും. ഹലോ മിസ്റ്റർ ടെർമൈറ്റ് ബോസ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സൺസിറ്റി വിട്ടു പോയേക്കണം. എത്ര മെറ്റൽസ് നിങ്ങളുടെ ടെർമൈറ്റ്സ് നശിപ്പിച്ചുവോ അതെല്ലാം ഞങ്ങൾക്ക് തിരികെ തരണം. നീ ആരടാ ചക്ക? മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് എനിക്ക് ഓർഡർ തരികയാണോ? എന്റെ പേര് കീക്കോയാണ് ടെർമൈറ്റ് ബോസ്. ആര് തെറ്റു ചെയ്താലും ശരി, അവരെ ശരിപ്പെടുത്തുന്നത് എന്റെ കർത്തവ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകം മുഴുവനും കീഴടക്കും. അതുകൊണ്ട് ഞാനൊന്നും നിന്നെ പോലെയുള്ള കൊച്ചുകുട്ടികളെ കണ്ട് പേടിക്കില്ല. കാരണം നിന്നെ പോലെയുള്ള ആളുകളെ പാഠം പഠിപ്പിക്കാൻ എന്റെ മെറ്റൽ ടെർമൈറ്റിന്റെ ചുറ്റികയുണ്ട്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡ് കാർ. കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ആ ടെർമൈറ്റ് നമ്മളെ കടിച്ചു തിന്നനെ. ടെർമൈറ്റ്സിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളിപ്പോൾ സൂപ്പർ സോണിക് മിസൈൽ യൂസ് ചെയ്യണം ബഡി. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ, പക്ഷെ എന്റെ കൈവശം വെറും 4 സൂപ്പർ സോണിക് മിസൈൽസേ ഉള്ളൂ. കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് അതിൽ ഒരെണ്ണം മാത്രം യൂസ് ചെയ്യാം. ഓക്കെ ബഡി കീക്കോ. അടിച്ചത് കണ്ടില്ലേ, സിക്സർ. കണ്ടോ, ടെർമൈറ്റിനോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് കണ്ടില്ലേ? അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ജനങ്ങളെ നമുക്ക് രക്ഷിക്കാം. ഇത്രയും ജനങ്ങളെ നമുക്ക് ഒറ്റയടിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ബ്രിഡ്ജ് ഇപ്പൊ തകരുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 84 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി. കലക്കി, വീണ്ടും ഇന്ന് നിങ്ങൾ പല പേരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. വേണ്ട മേയർ അങ്കിൾ, ഇനിയും ഒരുപാട് ജോലി ബാക്കിയുണ്ട്. നമ്മൾ ടെർമൈറ്റ്സിനെ വകവരുത്തണം. ലോകത്തെ നമുക്ക് രക്ഷിക്കണം. എന്നുവെച്ചാൽ ഫുൾ ആൻഡ് ഫുൾ ലോകത്തിനെ രക്ഷിക്കേണ്ടി വരും. അയ്യോ, ആ ടെർമൈറ്റ്സിന്റെ പുതിയ കാറാ തിന്നു തീർത്തത്. കേക്കോ, എന്തായാലും ശരി, പക്ഷെ നീ ആ ടെർമൈറ്റ്സിനെ ചിന്ന ഭിന്നമാക്കി ചട്നിയാക്കണം. അവരെ വെറുതെ വിടരുത് മോനെ. കിക്കോ, എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. ആ ടെർമൈറ്റ്സ് എല്ലാ മെറ്റൽസിനെയും തിന്നു തീർക്കുകയാണ്. അത് ട്രക്കിനെയും വിട്ടുവെക്കുന്നില്ല, കാറിനെയും വിട്ടുവെക്കുന്നില്ല. ആ സൂപ്പർ സ്പീഡോ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അത് ഞാൻ പറയാം. കാരണം സൂപ്പർ സ്പീഡോ അത് സാധാരണ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല. അത് 7 സ്പെഷ്യൽ മെറ്റൽ അലോയ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ടെർമൈറ്റ്സിന് സൂപ്പർ സ്പീഡോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്പീഡോയുടെ മാനുഫാക്ചറിംഗ് മെറ്റൽ യുണീക്ക് ആണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. ആ ടെർമൈറ്റ്സ് ഇത്രയ്ക്ക് മെറ്റൽ തിന്ന് തീർക്കുകയാണെങ്കിൽ ആ ടെർമൈറ്റ്സിന്റെ വയറ് വേദനിക്കില്ലേ? ടെമ്പോ അണ്ണ, അത് നോർമൽ ടെർമൈറ്റ്സ് അല്ല, അത് മെക്കാനിക്കൽ ടെർമൈറ്റ്സ് ആണ്. അതായത് മെഷീൻ ടെർമൈറ്റ്സ് ആണ്.
അതെല്ലാ മെറ്റൽസിനെയും തിന്നു തീർക്കുകയല്ല, വേറെ എവിടെയോ കൊണ്ടുപോവുകയാണ്. ഈഷ്, എന്തിനാ, എങ്ങോട്ടാ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ കണ്ടുപിടിക്കേ, എന്നിട്ട് എന്നോട് പറയൂ. പിന്നെ നോക്കിക്കോ, ആ ടെർമേറ്റ്സിനെ ഞാൻ എടുത്തിട്ട് പെരുമാറിക്കളയും. ഇതുപോലെ പല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കള്ളനെ വകവരുത്തി. ഏത് കള്ളനാ അങ്കിൾ? ബൾബ് കള്ളൻ. ദിവസവും രാത്രി സ്ട്രീറ്റ് പോസ്റ്റിലുള്ള ബൾബുകളൊക്കെ അവൻ മോഷ്ടിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അവനെ പിടിച്ചിട്ട് അടിച്ച് ചവിട്ടി അവസാനം ലോകത്തിന് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. ജനങ്ങൾ അവന് ഏലിയൻസ് എന്ന് വിളിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സത്യമാണോ? അതെ അതെ, പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഒരു മുട്ട വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്. ആ ടെർമൈറ്റ്സ് ഒക്കെ ഇപ്പൊ എങ്ങോട്ടാ പോയതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്ലാസ് നിറയെ സർബത്തും ജ്യൂസും എടുത്തു വെച്ച് കുടിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഈച്ചകൾ വന്ന് അത് മൊത്തം കുടിച്ച് തീർത്തിട്ട് പോയി. സാറ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ സിറ്റിക്ക് പുറത്തുള്ള റെയിൽവേ ട്രാക്ക് ഇല്ലേ, അതിപ്പോ കാണാതായിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കും ഇരുമ്പിലുണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ മെറ്റൽ ടെർമൈറ്റ്സ് തിന്നു തീർക്കാണോ? വേഗം വാ സൂപ്പർ സ്പീഡോ. അതാ നിൽക്കുന്ന മെറ്റൽ ടെർമൈറ്റ്സ്. ഞാൻ മെറ്റൽ ടെർമൈറ്റിന്റെ ബോസ് ആണ്. ടോട്ടൽ മെറ്റൽ എനിക്ക് സ്വന്തമാണ്. ബഡി, എന്റെ മിസൈൽസ് യൂസ് ചെയ്ത് അവന്മാർ തകർക്കട്ടെ. വേണ്ട ബഡി, ആദ്യം അവന്മാരുടെ താവളം നമുക്ക് കണ്ടെത്തണം. ഇത്രയും മെറ്റൽസ് വെച്ച് അവന്മാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ നീ സൈലന്റ് ആയിട്ട് അവരെ ഫോളോ ചെയ്. ഓൾ റൈറ്റ് ബഡി. ഇവൻ സൺസിറ്റി വിട്ട് വളരെ ദൂരേക്കാണല്ലോ പോകുന്നത്. ഒരു പ്രശ്നമില്ല, അവനെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കേ ബഡി. ഈ ഫാക്ടറി പല വർഷങ്ങളായി പൂട്ടിക്കിടക്കാണല്ലോ. ടെർമൈറ്റോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 29 അപ്ലൈ ചെയ്. ഓക്കേ ഡ്യൂഡ്. സൂപ്പർ സ്പീഡോ, ആ ടെർമൈറ്റോ ഒരു വലിയ ഡെഡ്ലി ടെർമൈറ്റ് ഉണ്ടാക്കുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് അവനെ തടഞ്ഞു നിർത്തണം. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അവനെ എങ്ങനെ നമ്മൾ തടഞ്ഞു നിർത്തുക? ഒരു വഴിയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ മെഷീന്റെ ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്യണം. സൂപ്പർ സ്പീഡോ, ഫാക്ടറിക്ക് അകത്ത് കടക്കാനുള്ള വഴിയുണ്ടാക്ക്. ഓക്കെ ബഡി, റൂഫിലുള്ള ടിൻ ഷീറ്റ് ഞാൻ തകർത്തേക്കാം. ടെർമൈറ്റ് കൺഫ്യൂസ് ആകും, അത് അടയ്ക്കാൻ പറ്റാതെ വിഷമിക്കും. ഈ സോക്കറ്റിനെ കിക്ക് ചെയ്ത് പൊട്ടിച്ചേ മതിയാവുമെന്ന് തോന്നുന്നു. എടാ ചക്ക, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എന്നാൽ ശരി, 4 അടി കൊള്ളുമ്പോ നീ ഈ ടെർമോറ്റയെ മനസ്സിലാക്കും. സൂപ്പർ സ്പീഡോ, നിന്റെ സൂപ്പർ സോണിക് മിസൈൽ കൊണ്ട് ആ മെഷീൻ തകർത്തെറിഞ്ഞേക്ക്. ഓക്കെ ബഡി. കീക്കോ, ഇനി എന്റെ കയ്യിൽ 2 സൂപ്പർ സോണിക് വിസിലേ ഉള്ളൂ.
ശരി, നീ ഒരു കാര്യം ചെയ്. 2 മിസൈലും ഒന്നിച്ച വലിയ ടെർമൈറ്റ് മേളിലേക്ക് അയക്കേ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഇവിടെ ഓടിക്കോ. എനിക്ക് തോന്നുന്നത് 2 വായുള്ള ടെർമൈറ്റ് മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ രണ്ടാളും തനിച്ച് വേണം ഫൈറ്റ് ചെയ്യാൻ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, സ്പ്ലിറ്റ്. ഓ, നമ്മുടെ ഈ ഐഡിയയും ഫ്ലോപ്പായി പോയല്ലോ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രിസിറ്റി. ഓക്കെ ബഡി, ഇപ്പൊ തന്നെ ഇലക്ട്രിസിറ്റി പവർ വെച്ച് ഈ ടെർമൈറ്റ്സിനെ മാഗ്നറ്റ് ആക്കി മാറ്റാം. കാലക്കി സൂപ്പർ സ്പീഡോ. ഇപ്പൊ നോക്കിക്കോ, ഇലക്ട്രിസിറ്റി കാരണം മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ടെർമൈറ്റ് മോൺസ്റ്റർ ഒരു ടെമ്പററി മാഗ്നറ്റായി മാറും. ഈ ഫാക്ടറിയിലുള്ള എല്ലാ മെറ്റൽസിനെയും അട്രാക്ട് ചെയ്യും. ആ കാണുന്ന ടിൻ ഷെഡ് പോലും. നീ എന്താടാ കരുതിയത്? ടെർമേറ്റോ ബോസിനെ അത്രയ്ക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുന്നോ? പറ്റില്ലടാ കൊച്ചനെ. നീ ചെയ്യുന്നതെല്ലാം മാറ്റിമറിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ഞാൻ എന്റെ ടെർമേറ്റ്സിന് ആന്റി മാഗ്നറ്റിക് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു പവറും ഇതിൽ വർക്കൗട്ട് ആകില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ സൂപ്പർ സ്പീഡോ? ടെർമൈറ്റോയുടെ സിഗ്നൽ കണ്ടിട്ടാണ് ഈ ടെർമൈറ്റ്സ് എല്ലാം ജോലി ചെയ്യുന്നത്. എത്രയും വേഗം ഫോർമുല നമ്പർ 577 അപ്ലൈ ചെയ്യും. ഓക്കെ ബഡി കീക്കോ, ഫോർമുല നമ്പർ 577 ആക്ടിവേറ്റിംഗ്. നീ എന്താടാ കരുതിയത് കൊച്ചനെ? നീ ടെർമേറ്റയെ ജയിച്ചെന്നോ? ടെർമേറ്റയെ ജയിക്കുന്നത് ഇംപോസിബിൾ ആണ്. ഇപ്പൊ നോക്കിക്കോ, 2 തലയുള്ള ഈ ടെർമേറ്റ് നിന്നെ എത്ര കഷ്ണങ്ങളാക്കാനാ പോകുന്നെന്ന് നോക്കിക്കോ. അവന്റെ കൈ രണ്ടും കെട്ടിയിട്ടിട്ട് അവൻ എങ്ങനെ ടെർമൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ഞാനൊരു പാറ്റേൺ അബ്സർവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെല്ലാം ടെർമൈറ്റോ എന്തെങ്കിലും സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ വലിയ ടെർമൈറ്റ് സ്റ്റാച്യു പോലെ നിൽപ്പുണ്ട്. ടെർമൈറ്റോ സംസാരിക്കുന്നത് നിർത്തി കഴിയുമ്പോൾ അപ്പോഴാണ് ഇവൻ ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നീ എന്താണ് പറഞ്ഞു വരുന്നത് കീക്കോ? അതായത് റിമോട്ട് ബട്ടൺ ടെർമൈറ്റോയുടെ വായിക്കാത്ത ഉള്ളെന്ന് തോന്നുന്നു. അവൻ വായ തുറന്ന് സംസാരിക്കുമ്പോൾ ഈ ടെർമൈറ്റോയെ കൺട്രോൾ ചെയ്യാന്ന് തോന്നുന്നു. ഓ, എന്നാൽ ഇപ്പോൾ തന്നെ എക്സ്റേ എടുത്ത് കൺഫേം ചെയ്തേക്കാം. നീ പറഞ്ഞത് ശരിയാണ് ബഡി. ഇനി എങ്ങനെയാണ് അവനെ തടഞ്ഞു നിർത്തുന്നത്? എത്രയും പെട്ടെന്ന് ആ റിമോട്ട് കൺട്രോൾ നമ്മൾ പൊട്ടിച്ചു കളയണം ബഡി. പക്ഷെ എങ്ങനെ? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 86 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി.
കള്ളനെ പിടിച്ച് ജയിലിലിട്ട് അവന്റെ കരൾ കലങ്ങുന്ന വിധത്തിൽ 4 ഇടി കൊടുക്കുന്ന സമയമായി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞതിന്റെ അർത്ഥം? യു ആർ അണ്ടർ അറസ്റ്റ്. വരൂ, ഇപ്പോൾ ഈ മെറ്റൽ പീസസ് വെച്ച് നമ്മുടെ സൺ സിറ്റിയെ വീണ്ടും നമുക്ക് നിർമ്മിക്കാം.